ഇത് ഈരാറ്റുപേട്ട വാഗമൺ റോഡാണേ. നമുക്കിവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അതൊന്ന് കണ്ടാലോ. ഡേഞ്ചർ വെള്ളച്ചാട്ടമാണ്. മുകളിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഒഴുകി വരുന്നതാണ്. 2-3 സ്ഥലത്തൊക്കെ കൂടി വരുന്നതാണ്. പക്ഷെ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതുണ്ട്, അങ്ങ് മലയുടെ മുകളിൽ നിന്നാണ് ഒഴുകി വരുന്നത്. മലയിൽ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെള്ളം മുകളിൽ നിന്ന് ഇങ്ങോട്ട് വരും കേട്ടോ. വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടം. അവിടുന്ന് ഒരു പുഴ ഇങ്ങോട്ട് വരുന്നുണ്ട്. മഴയായി കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും വെള്ളം ഇങ്ങനെ നല്ല രീതി വരും. അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം. നമുക്ക് ആ വെള്ളം ഇതിലെ ഒഴുകി പോകുന്നതാ ഏറ്റവും ലാസ്റ്റ് ഇതോടെ പോകുന്നത്. അവിടെ വന്ന് കുത്തി പറഞ്ഞ് താഴോട്ട് ഒഴുകി പോവാണേ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തീക്കോയിയാണ് കേട്ടോ. ഈരാറ്റുപേട്ട വാഗമൺ റോഡാണേ. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ കുറച്ച് ഗ്രാമക്കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ. നല്ല മഴയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഫുള്ള് റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് കൂടുതലും. നമ്മുടെ അവിടുത്തെ പോലെ ഏലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒന്നും അധികമില്ല. അപ്പോൾ എന്തായാലും കുറച്ച് പുറകോട്ടൊക്കെ മുന്നോട്ടൊക്കെ പോയാൽ കുറേ ഗ്രാമക്കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ഒന്ന് കണ്ടുവരാം. ആ റോഡ് നേരെ വാഗമണിന് പോകുന്നതാണേ. ഇവിടെ കണ്ടോ അച്ചൂക്കാവ് എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് അപ്പുറത്തൊരു അമ്പലമുണ്ട്, അങ്ങോട്ട് പോകുന്ന വഴി മാർമല അരുവി കാണാൻ പോകുന്ന വഴിയൊക്കെയാണ്. ഈ വഴിക്കാണ് നമ്മളിന്ന് പോകുന്നത്. താഴെ ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡൊക്കെ കാണാം. ഇതിലെ കുറച്ച് ദൂരം നിന്ന് വന്നപ്പോൾ ഒരു പാലമൊക്കെ കണ്ടേ. അപ്പോൾ മുകളിൽ നിന്നൊരു പുഴയൊക്കെ ഒഴുകി വരുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഹൈറേഞ്ചിൽ നിന്ന് വരുന്ന ഒരു പുഴയാണിത്. നാട്ടുമ്പുറത്തേക്ക് മീനച്ചിലാറ്റിലേക്കൊക്കെ ചെന്ന് ചേരുന്നതാണേ. നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ ഒരു തടയണ പോലെ ഇങ്ങനെ കെട്ടിയേക്കുവാണേ. മാർമല അരുവിൽ നിന്നൊക്കെ വരുന്ന വെള്ളമായിരിക്കും ഇവിടെ വന്ന് കൂടി പോകുന്നുണ്ടേ. ഓക്കെ, 2 പുഴ കൂടി ഒഴുകുന്നത്. അതങ്ങനെ മീനച്ചിലാറ്റിലേക്ക് ചെന്ന് ചേരുവാണ്. ഈ പുഴയുടെ ഓരത്തൊക്കെ നല്ല റബ്ബർ തോട്ടമാണ് കേട്ടോ. നല്ല പ്രായമുള്ള റബ്ബറാണ്. വെട്ടാറൊക്കെ ആയി നിൽക്കുന്നതാണ്. വെട്ടാന്ന് വെച്ചാൽ മരം വെട്ടാറായ റബ്ബറാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ ആ പുഴ ഒഴുകി വരുന്നൊരു കാഴ്ച ഉണ്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിയാണേ. അവിടെ ഒരു വീടൊക്കെ കാണാം. ഈ മേഖല മുഴുവൻ റബ്ബർ തോട്ടം. ഇങ്ങനെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. ചെറിയ മരങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കൈതയൊക്കെ കണ്ടോ. കൈതത്തോട്ടം, പൈനാപ്പിൾ തോട്ടം. പക്ഷെ ഇപ്പോൾ ഇതിനകത്ത് റബ്ബറൊക്കെ വളർന്നു കയറിയ കാരണം ഇതിനകത്ത് ഇപ്പോൾ വലിയ കൃഷി പരിപാടികളൊന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇതിലെയും ഒരു വെള്ളച്ചാലിങ്ങനെ ഒഴുകി വരുന്നൊരു ഭംഗിയുള്ള കാഴ്ച നമുക്ക് കാണാവേ. ചേമ്പ് നിൽക്കുന്നുണ്ട്. ആ ചേമ്പിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒരു ചെറിയ കൈത്തോട്. ഈ വഴി നേരെ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളെ മാർമല അരുവിയുടെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡായത് കേട്ടോ. ഒത്തിരി വളവുള്ള റോഡാണ്. ഇവിടെയും കൈതത്തോട്ടം കണ്ടോ. മുകളിൽ നിന്ന് മഴയൊക്കെ പെയ്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചെറിയ മഴയൊക്കെ ഉണ്ട് മുകളിൽ. ഈ കൈതത്തോട്ടത്തിന് ഇവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. ഈ ഗേറ്റൊക്കെ കടന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി കൈതത്തോട്ടമാണ്. കൈതൊക്കെ അത്യാവശ്യം അതിനകത്ത് ഉണ്ട് കേട്ടോ. ചെറിയ റബ്ബർ തൈകളും. അങ്ങോട്ടൊക്കെ നല്ല അതിഗംഭീരമായ കാഴ്ചയാണ്. മഞ്ഞൊക്കെ കയറി കിടക്കുന്നുണ്ടോ. ആ മുകളിലൊരു മല കണ്ടോ. നമ്മുടെ വാഗമൺ മലനിരകളാണ് അത് കേട്ടോ.
ഇവിടെ എത്തിയപ്പോൾ വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ടേ. സെൻറ്റ് ജോസഫ് ചർച്ച് മംഗലഗിരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇങ്ങോട്ടാണ് അത് കേട്ടോ. ആ കാറ് വരുന്ന വഴിയുണ്ടോ, അതിലേ പോയാൽ നമുക്ക് മാർമലരുവി വാഗമണ്ണൊക്കെ പോകാതെ. നാട്ടുമ്പുറത്തെ ചെറിയ റോഡ്, റബ്ബർ തോട്ടത്തിൽ കൂടെ ഉള്ളൊരു യാത്ര. എന്താ ഒരു സുന്ദരം യാത്രയല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് വഴി ഭയങ്കര മോശമാണ്, അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുക. ഇതിലെ അങ്ങോട്ട് വഴി തെറ്റിപ്പോയായിരുന്നു. ഇവിടുന്ന് വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട്, ഒന്ന് താഴോട്ടും ഒന്ന് മേളിലോട്ടും. പക്ഷേ ഈ ഭാഗത്ത് പള്ളിയില്ല കേട്ടോ. ഞാൻ വേണ്ടി പള്ളി ഇവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. പള്ളി അങ്ങ് ആ മെയിൻ റോഡ് തന്നെ മുകളിലോട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇവിടുത്തെ ഒരു ഗ്രാമഭംഗി, ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഈ പച്ചപ്പും ഈ റോഡും ഒക്കെ ഒരു അടിപൊളി കാഴ്ച കേട്ടോ. നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മൾ ഈ മംഗലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുള്ളൂ. ഇവിടുന്ന് വേണം നമ്മൾ ജംഗ്ഷൻ തിരിഞ്ഞ് പോകാനായിട്ട്. നേരെയൊക്കെ പോകുന്ന വഴി അച്ചൂക്കാവ് മാർമലരുവിയൊക്കെയാണ്. ഈ മുകളിലോട്ടുള്ള വഴി കണ്ടോ. നമ്മൾ ഈ കടയുടെ തന്നെ കയറിയിരിക്കാം, മഴ കൂടുതൽ കാരണം കേട്ടോ. മുകളിലോട്ടുള്ള വഴിക്കാണ് നമുക്ക് വാഗമണ് കയറി പോകാനുള്ളത്. മഴ തീരുകയല്ല കേട്ടോ, നമുക്ക് പോയേക്കാം. ഈ വഴിയാണ് കേട്ടോ വാഗമണ് പോകുന്നത്. ആ കാറുകാർ ഇപ്പോൾ സംശയിച്ച് അവിടെ കിടക്കുവാണേ. ഇതിലെ നേരെ കയറി പോയാൽ നമുക്ക് വാഗമണി എല്ലാം ഈ റൂട്ടിലങ്ങ് പോയേക്കാം. ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല മഴ കേട്ടോ. ഇതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒരു നോക്കിയാൽ മുകളിലൊക്കെ നല്ല വെള്ളം വരുന്നുണ്ട്. ഉരുളുപൊട്ടലോ വല്ലതും ഉണ്ടാവുമോ? മുകളിലോട്ടൊക്കെ നല്ല മഴ കേട്ടോ. ഒരു പ്ലാവ് വെട്ടിയിട്ടിരിക്കുന്നതുണ്ടോ, ചെത്തി വിരിച്ചിട്ടിരിക്കുക. ഒരു വണ്ടിക്ക് ഒരു ലോറിക്കുള്ളതുണ്ട് കേട്ടോ. എന്നാ വലിപ്പമെന്ന് നോക്കി. മഴ നിൽക്കുന്നേ ഇല്ല കേട്ടോ. ക്യാമറ ഗ്ലാസ്സിലോട്ടൊക്കെ മഴവെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ താഴെ നിന്ന് കുറച്ച് ദൂരം വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാവേ. ഇവിടെയൊക്കെ ഭയങ്കരമായ വളവാട്ടോ. പെട്ടെന്ന് ചാടി കടന്നിൽ പണി കിട്ടും. ഇത് ഒരുപാട് ഹൈറ്റിൽ നിന്ന് വരുന്നൊരു വെള്ളച്ചാട്ടമാണേ. ഇതുപോലെ മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് അങ്ങോട്ട് കയറി പോകാൻ പറ്റും? ഇത്രയും മഴ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇനി അങ്ങോട്ട് മൊത്തം മഞ്ഞാ കേട്ടോ. മഞ്ഞടിച്ച് ഇങ്ങനെ വരുന്ന കേട്ടോ. ഇവിടെ വന്നപ്പോൾ മഞ്ഞ് കുറച്ച് കുറഞ്ഞു, പക്ഷെ മുകളിലോട്ടൊക്കെ നല്ല മഞ്ഞാണേ. ഇവിടെയൊക്കെ കണ്ടോ, ഏതോ കാലത്ത് മണ്ണിടിച്ച് പോയത്. ആ പാറയൊക്കെ നിൽക്കുന്നുണ്ടോ. ഇവിടെ റബ്ബറിനകത്തെന്തോ മരുന്നടിച്ച് തോന്നുന്നു. മുഴുവൻ പുല്ലെല്ലാം കരിഞ്ഞ് കിടക്കുന്നു നോക്കി. മുകളിലോട്ട് നല്ല മഞ്ഞും. അപ്പോൾ ഈ ഇവിടുന്ന് മുന്നോട്ടുള്ള ആംബുലൻസ് ഉണ്ടോ, മുഴുവൻ മഞ്ഞ് കയറി ഇങ്ങനെ കിടക്കുവാണേ. പാലൊക്കെ എടുക്കാൻ വേണ്ടി വീപ്പ് വെച്ചേക്കുന്നുണ്ടോ. ഇവിടെ ഒരു ഗേറ്റൊക്കെ കാണാം. ഈ ഗേറ്റിനുള്ളൂടെ റബ്ബർ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയായിരിക്കും അല്ലേ. വയലിൻ എന്ന് പറഞ്ഞ് ഒരു വീട്ടുകാരൊക്കെ കാണാം. നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയുണ്ടോ. അവിടെ ഒരു വീട് കണ്ടോ അതിനകത്ത്. ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു കാഴ്ച ഇപ്പോൾ കണ്ടായിരുന്നേ, അതൊന്ന് നോക്കാം. ഓ, താഴേന്ന് കയറി വന്ന ഭയങ്കര കയറ്റമാണേ. ആ വീട് ആ റബ്ബറിനകത്ത് ഇരിക്കുന്നതാണ് നല്ല ഒരു ഭംഗി കേട്ടോ. ഇവിടെ താഴെ ഒരു പഴയ ഒരു കെട്ടിടമൊക്കെ കാണാവേ ഈ റബ്ബറിൻ്റെ ഉള്ളിൽ കൂടെ. ഇതൊക്കെ ഏതോ കാലത്ത് പണിതിട്ടൊക്കെ പിന്നീട് ഉപേക്ഷിച്ച് പോയത്. ഇവിടെ കുറച്ച് കെട്ടിടങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുറേ തറയൊക്കെ ഇങ്ങനെ കാണാം. അത് നോക്കി താഴോട്ടുള്ള റബ്ബർ തോട്ടത്തിൻ്റെ ഒരു ആംബിയൻസ് നോക്കൂ. അവിടെ ഒരു പടുതാക്കുളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓ, മഞ്ഞിൻ്റെ കട്ടി കൂടി കേട്ടോ. നമ്മൾ പോവേണ്ട വഴിയാണ്. റബ്ബർ തോട്ടത്തിലെ മഞ്ഞ് കയറി കിടക്കാൻ നല്ല ഭംഗിയാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന വഴിയാണ് കേട്ടോ. ഇവിടെ നിന്ന് മഞ്ഞിച്ചിട്ട് മാറിയേ. ഈ ഒരു മേഖല കണ്ടോ, മുഴുവൻ തേക്ക് വെച്ചേക്കുവാണേ. നാട്ടിൻപുറത്തെ ഒരു മെയിൻ കൃഷിയാണ് തേക്ക്. ഒരു 10-15 കൊല്ലം കൊണ്ട് വളർന്നു വരും. നല്ല വിലയും കിട്ടുവേ. ഇത് അങ്ങോട്ട് ഇഷ്ടം പോലെ മഞ്ഞുണ്ട് കേട്ടോ. നല്ല മഞ്ഞ അങ്ങോട്ട്. ഈ ഭാഗത്തൊരു കാഴ്ച ഉണ്ടോ, ഇവിടെ കംപ്ലീറ്റ് മഞ്ഞടിച്ച് കിടക്കുവാണേ. അതുപോലെ ഇവിടെ ഉണ്ട് തേക്ക്. ഇതൊരു തേക്ക് കൃഷിയാണ് ഈ മേഖല മൊത്തം. നമുക്ക് ചില സമയത്ത് നല്ല കാലാവസ്ഥയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് ഇല്ലിക്കക്കല്ലൊക്കെ കാണാൻ പറ്റുമായിരുന്നേ. ആ താഴേന്ന് മഞ്ഞിങ്ങനെ കയറി വരുന്നതുണ്ടോ.
അവിടെ ഒരു 2-3 മലകൾ ഇങ്ങനെ കാണാം നമുക്ക്. ആ ചളുക്കിൽ അങ്ങോട്ടാണ് മഞ്ഞ് കയറി വരുന്നത്. മഴക്കാലത്തൊക്കെ ഇവിടെ നല്ല ആംബിയൻസ് കാഴ്ച കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാൽ പച്ചപ്പൊക്കെ നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ വീണ്ടും ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടോ. ഈ മലയുടെ മുകളിൽ നിന്നും ഇങ്ങനെ വരുന്നുണ്ടോ. ഓ, നല്ല ഷവറിങ്ങാണ് കേട്ടോ. ഓ, ഇവിടെയൊക്കെ ഉണ്ടല്ലോ കണ്ടാൽ തന്നെ പേടിയാവുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഈ വയസ്സായിട്ടൊന്നും ഇങ്ങനെയുള്ള ഭാഗത്തൊന്നും അധികം വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് മഞ്ഞ് ഓടി ഓടി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് തെങ്ങൊക്കെ നിൽപ്പുണ്ടേ. തെങ്ങൊക്കെ കായ്ച്ചു നിൽക്കും, ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്താണെന്ന് അറിയാമോ, ഇവിടെ ഏതോ ഒരു സമയത്ത് ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ എന്തോ ഉണ്ടായൊരു സ്ഥലമാണ്. ഇതുണ്ടോ, പിന്നെ ആ കുഴിയും കൊക്കയാന്ന് നോക്കിയത് താഴോട്ട്. അതുകൊണ്ടാണ് ഇവിടെ ആയിരുന്നു. പണ്ടപ്പോഴും ഇവിടെ കണ്ട് വീടുണ്ടായിരുന്നു തോന്നുന്നു. അതാ ഇങ്ങനെ ഈ തെങ്ങൊക്കെ കാണുന്നത്. അപ്പോൾ ഈ മണ്ണിടിച്ചിൽ വന്നുകൊണ്ടായിരിക്കും ഇവരിവിടുന്ന് താമസം മാറി പോയത്. അപ്പുറത്തൊരു വീട് കാണുന്നുണ്ട്, അവരങ്ങോട്ട് മാറിയതായിരിക്കും. മുകളിലേക്ക് കണ്ടോ ഭയങ്കര വനം പോലെ കേട്ടോ. വെള്ളച്ചാല അതിനൊക്കെ ഇവിടെ എല്ലാം ഇങ്ങനെ ഒഴുകി വരുന്നു. ഇവിടെയെല്ലാം നല്ല രീതിയിൽ മഞ്ഞ് മൂടി ഇങ്ങനെ നിൽക്കുവാണേ. പാറക്കെട്ടും വെള്ളച്ചാലും എനിക്ക് മുകളിലോട്ടുള്ളൊരു കാഴ്ച ഉണ്ടോ. പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഇവിടെ നല്ല കുഴപ്പമില്ലാത്തൊരു വെള്ളച്ചാട്ടം കണ്ടോ. നമുക്കൊന്ന് അടുത്ത് പോയി കണ്ടാലോ. ഈ റോഡ് വാഗമണിൽ അപ്പുറത്തെ റോഡ് പണിതുകൊണ്ടിരിക്കും ബദൽ റോഡായിട്ട് വന്ന ഒരു റോഡാണ്. പണ്ടുപോലെ ഉള്ള ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ കുറേ താമസക്കാരുണ്ട്. ഇതുണ്ടോ എന്താ ഷവറിങ് നോക്കി. ഇത് ചില്ലറ വെള്ളച്ചാട്ടമൊന്നുമില്ല, അങ്ങ് മണ്ടേന്ന് വരുന്നതാണ്. നല്ല മഴ കണ്ടോ. മഴ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. ഈ മേഖലയൊക്കെ കുറേ വാഴക്കൃഷിയൊക്കെ കാണാം. അവിടെ ഒരു വീടൊക്കെ കാണുന്നുണ്ടേ. ലാസ്റ്റ് ഞാൻ കുടയെടുത്തു. ഇതുകൊണ്ടോ മഴ കൊണ്ട് ഒരു രക്ഷയില്ല, കാരണം പിന്നെ കുടയില്ലാതെ പറ്റിയില്ല. ഇവിടെയൊക്കെ റബ്ബർ തന്നെയാണ് താഴോട്ടും പുതിയതായിട്ടൊക്കെ വെട്ടിത്തെളിച്ച് വെക്കുന്നുണ്ട്. ആ ഒരു ഭാഗമൊക്കെ കണ്ടോ, വാഗമൺ മലനിരകളൊക്കെ. അവിടെ റബ്ബറും ഉണ്ട്, കാടും ഉണ്ട്, തെങ്ങുണ്ട്, എല്ലാം കാണുന്നുണ്ട് അങ്ങോട്ട്. ആ ചെരുവിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ മണ്ടക്കൂടെ റബ്ബറാണ് കേട്ടോ. അപ്പോൾ അത് വനമാണ്, ഇങ്ങോട്ട് റബ്ബറൊക്കെയാണ്. ഇവിടുന്ന് ഭയങ്കര ആംബിയൻസ് കാഴ്ചയാണ്. എൻ്റെ പൊന്നോ എന്നാ രസം നോക്കി. മഴയത്തൊക്കെയാണ് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാൻ കൂടുതൽ ഭംഗിയല്ലേ. ഇവിടെ വന്നപ്പോൾ ഞാൻ മറ്റൊരു കാഴ്ച ഉണ്ട് കേട്ടോ. അങ്ങ് താഴെ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടോ. ഒന്ന് നോക്കിയേ, അതേതായിരിക്കും ആ പുഴ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോഴേ, വെള്ളച്ചാട്ടം കുറേ കണ്ടു. പക്ഷേ ആ വെള്ളത്തിൻ്റെ ഒരു ഫോൾസ് ഉണ്ടോ മുകളിൽ നിന്ന് വരുന്നതിൻ്റെ. നമുക്കൊന്ന് നിന്ന് നോക്കാം എന്നാ ഫോൾസിലെ വെള്ളം അടിക്കുന്നത് നോക്കി. അപ്പോൾ നമ്മൾ ഒറ്റേട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേ. ഒരു ചായക്കട കയറി. എന്നാൽ ഒരു ചായ കുടിച്ചിട്ട് ഇനി അങ്ങ് പോകാം കേട്ടോ. ഉള്ളിവട കേക്കൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. നല്ല അടിപൊളി ഉള്ളിവട ഉണ്ടോ. കേക്ക് വീട്ടിലുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഇപ്പോൾ കൊതി വരാൻ തുടങ്ങുമായിരിക്കും. നമുക്ക് ഈ ഒറ്റേട്ടി സിറ്റി ഒന്ന് കണ്ടാലോ. നമ്മൾ താഴേന്ന് കയറി വന്ന വഴിയാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ടോ. കുറേ പഴയ കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്. നല്ല പഴയ ഒത്തിരി വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെ. ഇവിടെ നിന്ന് നമ്മൾ മേലോട്ട് കയറി വാഗമൺ റോഡിലോട്ടാണ് കയറുന്നത്. കണ്ടോ, അതും ഒരു പഴയ കെട്ടിടമാണ്. ഈ മഴയും കൂടി ആയത് കാണാൻ നല്ല ആംബിയൻസ് അവിടെ. ഒറ്റേട്ടി ജംഗ്ഷൻ കണ്ടോ. വാഗമണ്ണിൽ നിന്ന് കയറി വരുന്ന വഴി, ഈരാറ്റുപേട്ടയിൽ നിന്ന് കയറി വരുന്ന വഴിയാണ് കേട്ടോ. ഈരാറ്റുപേട്ടയിൽ നിന്ന് കയറി വരുന്ന വഴി, ഈ വഴി നമ്മൾ പോകണ്ടേ വാഗമണ്ണിലേക്ക്. ഒരുപാട് ടൂറിസ്റ്റ് വണ്ടികളൊക്കെ പോകുന്ന വഴിയാണ്. കാറൊക്കെ ഓണടിച്ച്. ഇവിടുത്തെ ഒരു വളവ് കണ്ടോ, ഇത് ഭംഗിയാൻ നോക്കി. ഇവിടെ ഒത്തിരി പഴയ കെട്ടിടങ്ങളാണ് കൂടുതലും കേട്ടോ. പഴയ ഓടിട്ട വീട്, ഓടിട്ട കട. നമ്മൾ താഴെ മംഗലാഗിരിയിൽ നിന്ന് കയറി വന്ന വഴിയാതെ. ഇനി നമുക്ക് കുറച്ച് വാഗമൺ കാഴ്ചകളും കൂടെ ഒക്കെ കണ്ടുപോകാം കേട്ടോ. ഇതുണ്ട്, ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നേ, ഇന്നത് അടച്ചിട്ടിരിക്കുക. സോളാറൊക്കെ വെച്ച് കറണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്താണ് ഇവരുടെ പരിപാടി. വാഗമണ്ണിൽ വിരുന്ന് വന്നിട്ട് പോകുന്ന വാഹനങ്ങളാണ് അതെല്ലാം.
ഓ മഴ അങ്ങോട്ട് പെയ്തിട്ടില്ല, താഴത്തെ മഴ ഇങ്ങോട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ട് കൂടുതലും മഞ്ഞ. ഇപ്പോൾ നമ്മൾ വെള്ളിയോളം എത്തി കേട്ടോ. വെള്ളിയോളം സ്കൂളിലെ ബസ്സാണ് കയറി പോകുന്നത്. ഇവിടെ വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. ഓക്കെ, അവിടെ ഒരു കുരിശുപള്ളി, ഈ പാറയുടെ മുകളിലൊരു മാതാവിൻ്റെ രൂപവും ഗ്രോട്ടോയും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ. അതിന് മുകളിലൊരു കുരിശ് വെച്ചിട്ടുണ്ട് പാറയുടെ മുകളിൽ. പിന്നെ ഇവിടെ മനോഹരമായൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടോ. ഇനി നമ്മൾ വാഗമണ്ണ് പോകുന്ന വഴി. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ നല്ല മഞ്ഞ കേട്ടോ കയറി വന്നു കഴിഞ്ഞപ്പോൾ. നല്ല കോടമഞ്ഞും ചാറ്റൽ മഴയാണ് ഇപ്പോൾ ഇവിടെ. റോഡ് പണിക്കാർ കൊണ്ടുവന്നിട്ടിട്ട് പോയാന്ന് തോന്നുന്നത്. ഇവിടെ ഈ പാറയൊക്കെ വെട്ടി താത്തിയിട്ടേ വഴി പണിതൊക്കെ നോക്കി, എന്നാ ഭംഗിയാണ് കാണാൻ നോക്കി. ഓ നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴി കേട്ടോ. ഇത് ഈ മുകളിലോട്ടൊരു വഴി കാണുന്നുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. റിസോർട്ടോ ഹോം സ്റ്റേ എന്തൊക്കെയാണ്. ഇവിടെയും കുറേ റിസോർട്ടുകളൊക്കെ ഇങ്ങനെ പണിത് വരുന്നത്. ഈ മഞ്ഞത്ത് ഇതൊക്കെ ഇങ്ങനെ നിഴലിച്ച് നിൽക്കുന്നതാണ് നല്ല റിസോർട്ടോ. പിന്നെ താഴോട്ടൊക്കെ ഒരു മുകളിലൊരു റിസോർട്ടുണ്ട്. അതിൻ്റെ കോട്ടേജുകളൊക്കെ താഴോട്ടുണ്ട്. ഇതുണ്ടോ, അവിടെ ഒരു റിസോർട്ടും അതിൻ്റെ കോമ്പൗണ്ടും ഒക്കെയാണ് കാണുന്നത്. ഇത് പ്ലാവൊക്കെ നിൽക്കുന്നുണ്ട്. മൊത്തത്തിലൊരു അടിപൊളി കാഴ്ച ഇവിടുന്ന് അങ്ങോട്ട്. മഴ നല്ലോണം പെയ്യുന്നുണ്ട് കേട്ടോ. കുട നിവൃത്തി പിടിക്കാതെ ഒരു രക്ഷയില്ല. ഇത് പ്ലാവ് നിൽക്കുന്നുണ്ടോ, നിഴലായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് മഞ്ഞത്ത്. ഓ ഇവിടെയൊക്കെ മൊത്തം മഞ്ഞ് കയറി കിടക്കാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. താഴോട്ടൊക്കെ ഒന്നും കാണാൻ പോലും ഇല്ലേ. ഓക്കെ, ഇവിടെ നമുക്കൊരു 2-3 വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ബസ് വരുന്ന നോക്കി, സ്കൂൾ ബസ്സൊക്കെ. മുകളിൽ നിന്ന് ചെറിയ 2 വെള്ളച്ചാട്ടം, അതിൻ്റെ താഴെ ഇച്ചിരി കൂടെ വലുത് കേട്ടോ. ഓ ഈ മലയുടെ ഒക്കെ മുകളിൽ നിന്നത് പോരുന്നു. ഇപ്പം എത്ര പൊക്കത്തിൽ നിന്നായിരിക്കും വെള്ളം ഇറങ്ങി വരുന്നല്ലേ. ഇവിടെ നമ്മുടെ ആ വളഞ്ഞാങ്ങാനം പോലത്തെ ഒരു നല്ലൊരു ആംബിയൻസ് ആണേ. നമുക്ക് ഈ വെള്ളച്ചാട്ടം അടുത്ത് പോയെന്ന് കാണാം. കാറൊക്കെ നിറം തൊടാണ്ട് വിട്ട് പോയേക്കുക. ഇപ്പോഴാണ് ശരിക്കും വാഗമണിലേക്കൊക്കെ വരണ്ട കേട്ടോ. നല്ല മഞ്ഞും മഴയും ഒക്കെ കൂടെ നല്ലൊരു അനുഭവമാണ്. ആ വെള്ളച്ചാട്ടം കണ്ടോ, അങ്ങ് എത്ര മോളിൽ നിന്നാണ് അത് വരുന്നതെന്ന് നോക്കി. ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങോട്ട് കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ്. അങ്ങനെ നമ്മളിപ്പോൾ വാഗമണിലെ ഞാൻ പേരിട്ട പുലിവച്ച വളവിലെത്തി കേട്ടോ. പുലിയൊക്കെ കൊണ്ടായിരിക്കുന്നുണ്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടേ. പൂത്തൊക്കെ എന്നാ വിലയാ? പൂത്തൊക്കെ എന്നാ വിലയാ? ഒന്ന് ഊതിക്കേ, സൗണ്ട് ഉണ്ടോ എന്നറിയേ. ആ അടിപൊളിയാ. 50 രൂപ ഉള്ളല്ലേ? ഞാൻ കാണിച്ചു വിട്ടേക്ക്, ആൾക്കാർ മേടിക്കാൻ വരും. ആ അതാണ്, ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഞാൻ കട്ടപ്പനയാ. ആ ഇവിടെയും കുറേ കടകളൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയുണ്ട്, മഴയൊക്കെ ഉണ്ടോ? ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് റെയിൻകോട്ട്. പുള്ളി പരസ്യത്തിന് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനും പറഞ്ഞു ഇട്ടിട്ടുണ്ട്. നോക്കിയാ നല്ല മഞ്ഞ കേട്ടോ, ഒരു രക്ഷയില്ല. കാരിക്കാട് ടോപ്പിൽ നിന്ന് താഴെയുള്ള CSI പള്ളിയിലോട്ട് പോകുന്ന വഴി. ഇവിടെ ഒരു ബോർഡൊക്കെ നേരത്തെ ഇരിപ്പുണ്ടായിരുന്നേ. ഇപ്പോൾ ബോർഡൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടോ, നല്ലോണം മഞ്ഞ് കയറി മരങ്ങളൊക്കെ നിഴല് പോലെ. ഇവിടെയൊക്കെ മഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ നമുക്ക് താഴ്വാര കാഴ്ചകളൊക്കെ ഒരുപാട് കിട്ടുന്നതായിരുന്നു. പക്ഷെ ഇപ്പം അവിടെ എല്ലാം മഞ്ഞടിഞ്ഞിങ്ങനെ കിടന്നുകൊണ്ട് ഒന്നും കാണാൻ മേല. ഈ കെട്ടിടത്തിൻ്റെ പണി ഇതുവരെ തീർന്നില്ല. താഴെ ഒരു കടയുണ്ട്, അവിടെ പോയി ഒരു കട്ടനെ കഴിച്ചിട്ട് വരാം. മഴയത്തെങ്ങനെ ഉണ്ട് ഐസ്ക്രീം കച്ചവടമൊക്കെ? കുഴപ്പമില്ല. ഇപ്പോഴാണ് അതിനകത്തല്ലോ അല്ലേ, ആളിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അല്ലേ. ആള് വരുമെന്നേ. ഒത്തിരി കച്ചവടക്കാരുണ്ട്, പക്ഷേ ഇവർക്കൊന്നും അതിനുള്ള ആളൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അതാണ് വിഷയം. ഇതൊക്കെ നോക്കി നടന്നില്ലെങ്കിൽ വണ്ടി എതിലെയാണ് വരുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. തമിഴ്നാട് വണ്ടിയാണ് ആ പോകുന്നത് കേട്ടോ.
അതൊരു നമ്മുടെ പരിചയക്കാരൻ്റെ കടയാണ് താഴെ ഇരിക്കുന്നത്. അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോരാം. കാലാവസ്ഥ നല്ലതാണ്. ഇവിടെയൊക്കെ ഇറങ്ങി നമുക്ക് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ വലിയ കാഴ്ചയൊന്നും കാണത്തില്ല. എന്നാ കുഴിയെ നോക്കി. അവിടെ കണ്ടോ ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് ഇരിക്കാൻ വേണ്ടി. ഇതൊക്കെ ഇവർ ഈ കടക്കാരുണ്ടാക്കിയിട്ടിരിക്കുന്ന കേട്ടോ. അല്ല ഇതൊരു ഫോട്ടോ പോയിന്റും കൂടെയാണേ. ഇവിടെ നമുക്കിങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കാം. ഇപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ച ഉണ്ടോ? ആ ഒരു ചെരുവുണ്ടോ പാറയുടെ ഒക്കെ. നമ്മൾ ഈ പരുന്തുംപാറ പോയ പോലെ ഉണ്ട്. അതിനെക്കാട്ട് തൂക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ താഴോട്ട്. ഒരു കട്ടൻ തന്നേരെ. ഇതാണ് നമ്മുടെ പരിചയക്കാരൻ്റെ കടയെന്ന് പറഞ്ഞ്. ഒറ്റയ്ക്കേ ഉള്ളോ? ആളുണ്ടോ? മഴയല്ലേ? മഴയും മഞ്ഞും പരിപ്പുവട ബന്ന് എല്ലാം കിടക്കണ്ടേ. ചുമ്മാ രസമല്ലേ? ആ നേരത്തെ ഉള്ള പുള്ളി നോക്കിയാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയോ? പുള്ളിക്ക് അറിയത്തില്ല. നേരത്തെ ഉള്ളതല്ലേ നമുക്ക്. ഐസ്ക്രീം ഇപ്പോൾ ബസ്സൊക്കെ വരുവാണെങ്കിൽ കാണാൻ നല്ല. പക്ഷേ ബസ് നമ്മൾ നോക്കി ആവശ്യപ്പെട്ട് വയ്ക്കുമ്പോൾ ബസ്സൊന്നും വരത്തില്ല കേട്ടോ. ചെറുകിട വണ്ടികൾ പറക്കുന്നുണ്ട്. അവിടെ ഒരു മുളീന്ന് ഇറങ്ങി വരുന്നൊരു വെള്ളച്ചാട്ടമുണ്ടേ. അതൊന്ന് കണ്ടുവരാം. നമുക്ക് ഇവിടുന്ന് താഴോട്ടൊരു കാഴ്ച ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ കുഴിയെ നോക്കുമ്പോൾ തന്നെ തല കറങ്ങുന്ന പോലെയാണ്. ഇത് കേട്ടോ എന്നാ താഴ്ച നോക്കി. ഇവിടെ എല്ലാം മഞ്ഞടിച്ച് കിടക്കുവാണേ. അങ്ങോട്ട് ദൂരക്കാഴ്ച ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ആ വെള്ളച്ചാട്ടം നമുക്ക് അടുത്ത് പോയി നിന്ന് കണ്ടാലോ. ഇവിടെ പാറ വീഴാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ്. പണ്ടൊരിക്കൽ വലിയൊരു പാറ വീണു കേട്ടോ. ഒന്നും പറ്റിയില്ല, അപകടമൊന്നും. ഇവിടെയും ഒരു ഐസ്ക്രീം വണ്ടി കിടപ്പുണ്ട് കേട്ടോ. ആൾക്കാരെയൊക്കെ നോക്കി കിടക്കുക. ആ വെള്ളം ഇറങ്ങി വരുന്ന കാഴ്ച കേട്ടോ. മലയുടെ മണ്ടേന്നിങ്ങനെ. ഓ എത്ര അടി പൊക്കമുണ്ടെന്ന് അറിയുന്നു. ഇതെന്താണ് സാധനം? ഇതെന്താണ്? അത് പൊടിതട്ടി. ഓ പൊടിതട്ടി അല്ലേ? പൊടിതട്ടിയാണ്. സീലിംഗ് പാലാന്ന് നോക്കാം, സോളാർ നോക്കാനുള്ള ലൈറ്റുമാണ്. എല്ലാം കൊള്ളാം അല്ലേ? സോളാർ വിളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് അലങ്കാരമാണ്, വീടിന് അലങ്കാരമാണ്. വീടിന് ഭയങ്കര അലങ്കാരമല്ലേ? അലങ്കാരങ്ങൾ മൂന്നാണ്. ഒന്ന് കാടിന്, ഒന്ന് വീടിന്, ഒന്ന് ചോറിന്. അങ്ങനെ അലങ്കാരങ്ങൾ മൂന്നാ. ശരിയല്ല. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. കടിഞ്ചായക്കൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കുളിച്ചേച്ച് മെല്ലെ അങ്ങ് പോവാം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എങ്ങനെയാണെന്ന് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മൾ താഴെ തീക്കോയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി വന്നതാണ് മംഗലഗിരി വരിക്ക്. അതിലേ കയറി നമ്മൾ ഈ കാരികാട് ടോപ്പ് വരെ വന്നു കേട്ടോ. വരുന്ന വഴിക്കാതെ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. നല്ല മഴയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ കോട്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ, പ്ലാസ്റ്റിക് കോട്ടൊക്കെ. ഇല്ലേ ഞാൻ ചെറിയ മഴയൊന്നാണെങ്കിൽ ഈ കോട്ടൊന്നും ഇടത്തില്ല. ഒരു പഴുതാണ്ട് അത് ഇടുകയുള്ളൂ. ഇന്ന് അത്രയും കട്ടിയുള്ള മഴയാണ് താഴോട്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ മഴ ഇച്ചിരി കുറഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു കരിഞ്ചായൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുടിച്ചേച്ച് നല്ല കയറി പോവാം. തൽക്കാലം വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.